എന്താടാ എന്താണ് എന്താണ് കോപ്പറൊക്കെ കാണിച്ചോണ്ടിരിക്കുന്നത് രാവിലെ? നീ എന്താ ഈ കത്തി വേഷത്തിലൊക്കെ? എവിടെ പോണു? ഫാൻസി ഡ്രസ്സിന് അമ്പലത്തിൽ പോവാതാ. എന്താണ്? എടാ ആ പടമൊക്കെ ഇറങ്ങിയിട്ട് കൊല്ലം കുറേ ഏതൊക്കെ കഴിഞ്ഞ ആ ട്രെൻഡൊക്കെ പോയി. നീ ഇപ്പോഴും ഇത് വിട്ടില്ലേ? നീ ഇതല്ല, ഏത്? ഇത് ടെമ്പിൾ ഡേറ്റ്. ടെമ്പിൾ ഡേറ്റാ? ആ, ടെമ്പിൾ റൺ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതെന്താ ഈ ടെമ്പിൾ ഡേറ്റ്? ടെമ്പിൾ എന്നെ ഒരു പെൺകൊച്ചു അമ്പലത്തിലേക്ക് വരാൻ പറഞ്ഞു, കാണണം എന്ന് പറഞ്ഞു. അവിടെ വച്ചിട്ടുണ്ടെങ്കിലും പോക്കുറത്തിനും കാണിച്ചാണല്ലോ. നല്ല ഇടി കിട്ടും മോനെ. ഇത് ഏര് വേറെയാ. അതിന് നീയല്ല പോകുന്നേ, ഞാനാ പോകുന്നേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ സ്വഭാവം അല്ലെന്നില്ല നിന്റെ സ്വഭാവം. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്താണെന്നറിയോ? എന്താണ്? നിന്നെ ഒന്ന് പെണ്ണ് കെട്ടി കണ്ടാൽ മതി. പക്ഷെ അത് നടക്കില്ല. നീ ഇങ്ങനെ ഈ കോപ്രായം കാണിച്ചു വിട്ടിരുന്നോ? ഞാൻ പോട്ടെ. അവിടെ ലക്ഷ്യബോധമുള്ളവനെ ഞാൻ, നിന്നെ പോലെയല്ല. നിന്നെ കൊണ്ട് ഈ ഡേറ്റും ഒന്നും എൻ്റെ വില അറിയാൻ പാടില്ല. ഇവൻ കുറെ നാളായി അഹങ്കാരം തുടങ്ങിയിട്ട്. ഇവൻ്റെ അടുത്ത പണി കൊടുക്കാനുള്ള നേരമായി. ഒരു പണി കൊടുക്കാം, നിത്യമായിട്ട് കൂട്ടുപിടിക്കാം. നിത്യേ കാണുന്നില്ലല്ലോ, പണിയൊന്നും തീർന്നില്ല. അമ്മരെ വിളിക്കാൻ അല്ലെങ്കിൽ വേണ്ട. ഇന്നലെ കുറേ കിടന്ന് പുല്ലൊക്കെ പറിച്ച് ശരീരത്തിനൊക്കെ ഭയങ്കര വേദനയായിരിക്കും. തന്നെയല്ല രാവിലെ അമ്പലത്തിൽ പോകാനൊക്കെ റെഡിയാകുന്നുണ്ടായിരുന്നു. ശരിയല്ല, കുളിച്ച് റെഡിയായി നല്ല ഉടുപ്പൊക്കെ ഇട്ടിരിക്കുന്ന ആളുകളെയൊക്കെ വിളിച്ച് അടുക്കളയിൽ കയറ്റുന്നത് ശരിയല്ല. കാണിക്കുന്നതിനൊക്കെ ഒരു മര്യാദ വേണ്ട. ശരിയാകത്തില്ല. പറഞ്ഞോണൊക്കെ നിത്യ എന്ത് നിത്യമോളെ ഏർലി മോർണിംഗ് ബ്ലാക്ക് ഷർട്ട് വൈറ്റ് മുണ്ട്. അവൻ ഇങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടാവാം. അതെ, അവൻ എങ്ങോട്ടാ പോണെന്ന് വല്ലതും പറഞ്ഞായിരുന്നാ? ഇല്ല, ഭയങ്കരമായിട്ട് ബ്ലാക്ക് ഷർട്ടും വൈറ്റ് മുണ്ടൊക്കെ ഇട്ടിട്ട് എങ്ങോട്ട് പോണുണ്ട്. ഞാനും അത് ആലോചിച്ചോണ്ടിരിക്കുന്നില്ല. ഇല്ല, ഞാൻ പറയുമ്പം വിഷമൊന്നും വിചാരിക്കരുത്. എന്താടാ നീ ഇത്ര ബിൽഡപ്പ് ഒന്നും തരണ്ട. എന്താ കാര്യം എന്ന് പറ. അവന് കുറച്ച് നാളായിട്ട് വേറൊരു പെങ്കൊച്ചുമായിട്ട് സെറ്റപ്പില്ല. അവനിപ്പോ എങ്ങോട്ടാ പോയേക്കണെന്ന് അറിയാവോ? എങ്ങോട്ടാ? ടെമ്പിൾ ഡേറ്റിന്. തിരട്ടവൻ അമ്പലത്തിൽ വെച്ചിട്ട് ആ പെങ്കൊച്ചുമായിട്ട് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനപ്പോ ചോദിച്ച് എന്തുകൊണ്ടാണ് നീ നിത്യയെ ഒഴിവാക്കിയതെന്ന്. അപ്പം എൻ്റെ അടുത്ത് പറയുകയാണ്, അവൾക്ക് ഈ ചൈനക്കാരുടെ മൂക്കാന്നൊക്കെ. എനിക്കങ്ങനെ സഹിച്ചില്ല. കാര്യം എന്നൊക്കെ പറഞ്ഞാലും നിത്യ അങ്ങനെ പറയുന്നതൊന്നും എനിക്ക് സഹിക്കില്ല. നമ്മളൊരു കുടുംബം പോലെ കഴിയുന്ന ആൾക്കാരല്ലേ. അപ്പം ഇങ്ങനെ അവനിങ്ങനെ മോശമായിട്ട് ഒരാളെ മോശമാക്കി പറയാന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വളരെ മ്ലേച്ഛമായിട്ടുള്ള ഏർപ്പാടാണ്. എനിക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. എടാ ജീവ, നീ എന്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ച് നോക്കിയേ. എന്റെ മൂക്ക് ചൈന മൂക്കാണോടാ? അങ്ങനെയൊന്നുമില്ല. അല്ല, കരയാൻ വേണ്ടി പറഞ്ഞല്ലേട്ടാ. എന്റെ അത്രക്കും ഭംഗിയില്ലേടാ കാണാൻ? ഭംഗിയുണ്ട്. ഞാൻ സുന്ദരിയല്ലേടാ? സുന്ദരിയാണ്. എന്നിട്ട് എന്താടാ അവരെന്നോട് ഒട്ടും ഇഷ്ടമല്ലേടാ എന്നെ ഒഴിവാക്കിയത്? അല്ല, നമ്മൾ ഈ സമയത്ത് കരയല്ലേ വേണ്ടത്, നമ്മൾ പ്രതികാരം ചെയ്യാണ് വേണ്ടത്. കണ്ടോടാ, അവരോട് ദൈവം ചോദിക്കും. എന്നെ പറ്റിച്ചു പോയാൽ അവര് ദൈവം ചോദിക്കും. അടിയിട്ടുവാണോ നീ? കണ്ടോ? അതല്ല, ഈ സമയത്ത് നമ്മൾ കൂളായിട്ടിരിക്കണം. എന്നിട്ട് നമ്മൾ മധുര പ്രതികാരം ചെയ്യണം. മനസ്സിലായോ? നമ്മൾ കരഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമില്ല. കരഞ്ഞ് ജീവിതം തീർക്കേണ്ട ആവശ്യമില്ല. ഇതിനു വേണ്ടി ഒരാൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കരഞ്ഞ് ജീവിതം പട്ടി കരയോടാ. എന്റെ പട്ടി കരയും. നിനക്കറിയാം, ഞാനൊരു പുതിയ ഡേറ്റിംഗ് ആപ്പില് അക്കൗണ്ട് എടുത്തിട്ടുണ്ട്. പുതിയ ഡേറ്റിംഗ് ആപ്പ്? മ്യാവു മ്യാവു. കൊള്ളാം. അങ്ങനെയുണ്ട്. നീയും വേണേ കയറിക്കോ. ഞാൻ തപ്പിക്കൊണ്ടിരിക്കുക. ഇതുവരെ ആരും സെറ്റ് ആയിട്ടൊന്നുമില്ല. എടാ, എന്റെ മൂക്ക് പ്ലാസ്റ്റിക് സർജറി ചെയ്യണോടാ? വേണ്ട, ഇത് തന്നെ മതി. എടാ, നീ ഒന്ന് പോയി തരും. എനിക്കൊന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് കരയിടും. കുറച്ചേരം പതിയെ കരഞ്ഞാൽ മതി. എന്റെ
പ്രസവിച്ച് കഴിഞ്ഞപ്പോ എന്നെ കുളിപ്പിച്ചാത്തുള്ള മൂക്ക് ശരിക്കും പിടിച്ച് നീർത്താത്തോണ്ടല്ലേ എന്റെ ചൈനീസ് മൂക്കായി പോയി. അതുകൊണ്ടല്ലേ എന്നെ ഇഷ്ടമല്ലാത്ത. കരയേണ്ട നിത്യ, എനിക്ക് മ്യാവും മ്യാവുന്ന ആരെങ്കിലും കിട്ടും. അനെ നമ്മളെ ഭക്ഷണ രീതിയൊക്കെ ഒരു ചേഞ്ച് വരുത്തണം. ചേഞ്ചോ എന്ന് വെച്ചാ? നിന്റെ ഗ്ലാമറൊക്കെ ഒന്ന് കുറയുന്നുണ്ടില്ലേ? നമ്മളെ ഭക്ഷണം ശരിയല്ലാത്തതുകൊണ്ടാണ്. ഓ, അത് നിങ്ങളുടെ കൂടെ ജീവിക്കാൻ തുടങ്ങി അന്ന് കാലം മുതൽ എൻ്റെ ഗ്ലാമർ കുറയാൻ തുടങ്ങി. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. എന്നാൽ അങ്ങനെയല്ല, അതിനുള്ള സൊല്യൂഷനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സൊല്യൂഷനോ? എന്തോ സൊല്യൂഷൻ? നമ്മളെ ഭക്ഷണ രീതി അടിമുടി മാറ്റണം. എന്നിട്ട് എന്തോ എടുത്തിട്ട് കഴിക്കും? എന്നാ മാറ്റണ്ടേ? നമുക്ക് ചൈനീസിൽ പിടിക്കാം. ചൈനീസോ? ആ, രാവിലെ അൽഫാം ആയിക്കോട്ടെ. അത് ചൈനീസ് അല്ല, അറബിക് ഫുഡാ. ആ, ഈ ചൈനീസ് തന്നെ അറബികളെ അടിച്ചു മാറ്റിയതാ. ഓ, എന്നിട്ട് അൽഫാമിന്റെ കൂടെയോ? അത് കുറച്ച് മുളക് പൊടിയൊക്കെ കൂടുതൽ ഇട്ടിട്ടെ ഉം. ഒന്ന് സ്പൈസി ആയിക്കോട്ടെ. അത് അൽഫാം. അതിന്റെ കൂടെ എന്തുവാ കഴിക്കണ്ടേ? കുബൂസോ? കുബൂസ് വേണ്ട, പിന്നെ നമുക്ക് നാണാക്കാം. ബട്ടർ നാൺ. ഞാനോ? ആ, അതാവുമ്പോ ഒന്നെടുത്ത് നടി കയറി കഴിഞ്ഞാൽ ഒന്ന് നിനക്ക് ഒന്ന് എനിക്കും. പിന്നെ ഉച്ചയ്ക്ക്? ഉച്ചക്ക് കുഴിമന്തി ആയിക്കോട്ടെ. കുഴി ഞാൻ കുത്തിത്തരും. പിന്നെ മന്തി ഉണ്ടാക്കിയാൽ മതിയല്ലോ. എളുപ്പമായില്ലേ നിനക്ക്? ഭയങ്കര എളുപ്പമാണ്. ഗ്യാസ് ലാഭം. പിന്നെ രണ്ടാമത് നിന്റെ അധ്വാനം കുറവും. ഇനി എന്ത് വേണം? പിന്നെ അതിൻ്റെ കൂടെയുള്ള മച്ചനീസ്. മച്ചണീസാ? ടച്ചിങ്സ്. അയ്യോ, മയണൈസ്. അത് തന്നെ, അതും മതി. കൊറേ നാൾ അതിന് വെള്ളച്ചമ്മന്തി എന്ന് പറഞ്ഞ ആളല്ലേ? അത് തന്നെ, അതിന് വെള്ളച്ചമ്മന്തി എന്നാണ് പറയണത്. പിന്നെ വൈകിട്ട് എന്തുവാ? വൈകിട്ട് ഷവർമയാക്കാം നമുക്ക്. ഷവർമയോ? വൈകിട്ട്? ഭയങ്കര ലൈറ്റ് ഫുഡല്ലേ ഇതെല്ലാം. ഇതാവുമ്പോഴെന്താ അറിയോ, നിനക്ക് ഒറ്റൊരു വെറൈറ്റി പിടിച്ചാൽ മതി. എങ്ങനെയുണ്ട്? നിങ്ങളുടെ തടിയും കൂടത്തില്ല, എൻ്റെ തടിയും കൂടത്തില്ല. ഭയങ്കര വെറൈറ്റിയും ഭയങ്കര കുറഞ്ഞ ഫുഡും കുറഞ്ഞ കലോറിയും ഒക്കെയാണല്ലേ ഇത്? അൽഫാം, കുബൂസ്, കുഴിമന്തി, ഷവർമ. ഇനി ഇതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും വേണോ? ഇതിന്റെ ഇടയ്ക്ക് രാവിലെ ഒരു ജ്യൂസ്, വൈകുന്നേരം രാത്രി 10 മണിക്കൊരു കാപ്പിച്ചീനോ ആയിക്കോട്ടെ. ഇത്രയൊക്കെ കഴിച്ചാ നിങ്ങൾ വണ്ണം കുറയ്ക്കാൻ പോകുന്നല്ലേ? ഇതിൽ എണ്ണയില്ല, ഇതെല്ലാം കോഴി പുഴുങ്ങിയിട്ടാണ് ഉണ്ടാക്കണത്. നിങ്ങളുടെ തലയ്ക്ക് മുഴുത്ത ഓളവാ. ആര് പറഞ്ഞു?